ഒരുത്തരം കാണാനല്ലോ. ഇത്ര നേരമായിട്ട് ഈ ഗുളിയും കൊണ്ട് ഞാൻ അവിടെ കിടന്ന് കറങ്ങിയാണ്. ഒരുത്തരം കാണാനല്ല പുല്ലുകൾ. ഛേ ഭഗവാനെ, ഒരുത്തനെങ്കിലും വന്നിരുന്ന് അവന്റെ തലയിൽ ഈ സാധനം വെച്ച് അങ്ങ് അടിച്ചാട്ടി കൊടുക്കാറുണ്ട്. യാവനൊരുത്തൻ പറഞ്ഞ് ഇവനെ പറ്റിക്കാൻ നല്ല എളുപ്പം തോന്നണം. വേറെന്തേടേ? ആഹാ, തമിഴനാണ്. ശരി, ഇന്ന് ഇവന്റെ തലയിൽ ഞാൻ കുതിര കയറും. ഒരു മിനിറ്റ്. നിന്റെ പേരെന്തിന്? എന്നെ പേര് മുത്തുസ്വാമിங்க. എന്തൊരു സ്വാമി? മുത്തുസ്വാമിங்க. വൃത്തിയായിട്ട് പറയാം, മോന്തയിൽ തുപ്പിടാ. എടാ, കോൾഗേറ്റും ബ്രഷും കണ്ടിട്ടില്ലടാ. എന്തൊരു നാട്ടോടാ. വല്ല ലോഷൻ എടുത്ത് വായിക്കാത്ത വീടാ. നല്ല പയ്യങ്ക. എടാ, ഞാൻ കേരളത്തിൽ നിന്ന് പറയാണ്. എടാ, ഈ കച്ചവടം എന്താടാ ചെയ്യാൻ അവിടെ? പൊന്നെ പറ്റ തള്ള സഹിക്കില്ല. അതുകൊണ്ട് എടാ ഒരു കാര്യം, ഇതെന്തിനെന്നറിയാമോ? എടാ, ജംഗിള് തമിഴും പുല്ലും പിടിയില്ല. എടാ ഞാൻ എന്ന് പറഞ്ഞത് സംഗതി ഗുളിയ വിൽക്കുന്ന ആളാ. நீங்க குளிச விக்கிறீங்க அப்படித்தானே? குளிச எடா குளியேடா. குளி എന്ന് പറയും. குளிச விக்கிறவங்க அப்படித்தானே? പൊന്നെ, തമിഴ് പഠിക്കാത്ത എന്റെ കഷ്ടകാലം. എടാ ജംഗിള് ജായ്. நீங்க ഗുളിയാ ഗുളിയാ குளிசை. അവന്റെ ഗുളിസെന്ന് ആ സാധനം വിൽക്കുന്ന ആള്. ശരി ശരി, புரிஞ்சுங்க. അപ്പോഴേ നിനക്ക് ഈ സാധനമാണ്. ഇത് നിറച്ച് ഗുളികളുണ്ട്. ശരി, ഗുളിസை இருக்குங்க. ഓക്കേ ഓക്കേ. അപ്പോൾ ഈ സാധനം ഉണ്ട്. അപ്പൊ നിനക്ക് ഇത് വേണോ? ഇതാണെങ്കിൽ മിമിക്രി ഗുളി എന്ന് പറയും. മിമിക്രി കേട്ടിട്ടുണ്ടോ? മിമിക്രി സൂപ്പർ സ്റ്റാർസ് എല്ലാം എടുപ്പാങ്ക. സൂപ്പർ സ്റ്റാറും ബാല നക്ഷത്രവും എല്ലാം എടുക്കും. ആ സംഗതി ഇതിനകത്ത് ഗുളിയാണ്. ഇന്ന് വരെ ഒരുത്തിനും വന്നില്ല. അതുകൊണ്ട് നിനക്ക് വേണോ വേണ്ടേ? ഉള്ളത് പറഞ്ഞാ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കേക്കുறேங்க. ഇത് சாப்பிட்டா കേക്ക. എടാ കേക്കല്ല, ഗുളിയെന്ന് நான் கேக்குறேங்க. நான் உங்கள்கிட்ட சொல்லிடுறேன். புரியுதில்ல? കുറച്ച് നീങ്ങില്ല അങ്ങോട്ട്. ഭയങ്കര எனக்கும் கொஞ்சம் മലയാളം അറിയും. എടാ, നിന്നെ അറിയാനല്ല വിളിച്ചത്. അറിയും, കൊഞ്ചം അറിയും. അപ്പൊ ആരെ അറിയുമെന്ന്? എടാ വൃത്തികെട്ടവനെ, ഞാൻ ഇന്ന് ഇതിനെ അടിച്ചെടുത്ത് കുളത്തി താക്കും. എടാ, ഇത് ഗുളിയേടാ. ഗുളിയെ കഷ്ടപ്പെടാം. குளிசை நான் வாங்கலாம். புரியுதா? புரியுதா உங்களுக்கு? நான் வாங்கலாம். நான் சாப்பிடலாம். புரியுதில்ல? சரி சரி. எவ்வளவு அவங்க எனக்கு தருவீங்களா? என்னெல்லாம் இருக்கு வெரைட்டி? எனக்கு ரொம்ப ரொம்ப ஆசை. சின்னதுல ரொம்ப ஆசை. ரொம்ப முன்பிடி பண்ணணும். அப்படி വലിയ ഒരു മിനിറ്റ് നീ സാധനം പിടി. ഞാൻ ഗുളി ഒന്ന് തപ്പി നോക്കാം. അമ്മായി കൂടെയാടാ ഇതിനകത്ത് തലയിടായി. എടാ ഇങ്ങോട്ട് വാ. பார்த்தது கொஞ்சம் இருக்குமே. എടാ, എന്റെ കുറെ ഗുളിയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഗുളിയെ നീ തിന്നു കഴിഞ്ഞാൽ മിമിക്രി ഗുളിയാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നീയാണെങ്കിൽ ഈ ഇപ്പൊ കോഴിയുടെ ഗുളിയാണ്. ഈ മഞ്ഞ കളർ ഗുളിയുണ്ടാവും. ഈ ഗുളിയ എടുത്ത് അങ്ങ് റിയലിൽ വായിക്കാത്തത്. മഞ്ഞ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നീ കോഴിയുടെ സ്വഭാവം, നിന്റെ സൗണ്ടും എല്ലാം പ്രതീതി എല്ലാം കോഴിയെ പോലെ ആവും. നീ നാറുമ്പോ നിന്റെ തൊള്ള തുറ. എടാ വാ തുറയടാ. എടുത്തെറിയടാ അകത്തോട്ട്. ഒരു മിനിറ്റ്. അതിനുശേഷം നിന്റെ ഈ സംഗതി ഈ നമ്മുടെ ഒരു മിനിറ്റ് ലിസ്റ്റ് നോക്കി നോക്കട്ടെ. കൈ കോഴിയുടെ ആകൃതിയിൽ വയ്ക്കുക. അങ്ങനെ അങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ചുണ്ടിന്റെ ആക്ഷൻ. എന്നിട്ട് 10 മിനിറ്റ് 1 മിനിറ്റ് നോക്കി സെക്കൻഡിൽ പറയാം. ഓക്കെ, ഇപ്പൊ വന്നോളൂ. അത് ആക്ടിവേറ്റ് ആയി തുടങ്ങി. ഇപ്പൊ എത്തിക്കൊള്ളു. என்ன பண்ணணுங்க? എടാ നീ ഇപ്പൊ വരൂടാ. என்ன பண்ணணுங்க? எனக்கு ஒன்றும் புரியுது. വാള് വെച്ചാ എടേ എടേ എന്തടാ എന്തടാ പറ്റിയത്? அந்த குளியை கசக்குன்னு അല്ലാതെ പിന്നെ ഇരിക്കോ? എടാ ഇങ്ങോട്ട് വാ. നീ ഇവിടെയൊക്കെ കോഴിയെ എടാ വൃത്തികെട്ടവനെ കാഷ്ട വിട്ടാടാ. இல்லைங்க, நான் நல்ல பையங்க. சின்னல நல்ல பையங்க. பெருசானாலும் நல்ல பையன். പൊന്നെ പെറ്റ തള്ള സഹിക്കൂല. എടാ അടുത്താണെങ്കിൽ കാക്കേരെ ഗുളിയണ്ടാ. എടാ കാക്കേര ഗുളിയാണ്. ഇന്നാ പിടിച്ചോ പിടിച്ചോടെ. ഈ ഗുളിയാണെങ്കിൽ ഈ ഗുളിയ നീ കഴിച്ചു കഴിഞ്ഞാ കറക്റ്റ് കാക്കേര സ്വഭാവവും സൗണ്ടും എല്ലാം വരും. നീ അന്ന് എടുത്ത് തൊള്ളയിലോട്ട് എടുത്തെറിഞ്ഞോ. വിളിക്കാം. നിന്റെ കൈ 2 സൈഡും പോയി. കൈ ഇങ്ങനെ വെച്ചോളാം. ഇപ്പൊ വന്നോളൂ. അത് ആക്ടിവേറ്റ് ആയി തുടങ്ങി. இப்படி தானே? പൊന്നെ
കാക്ക ഡൈനോസർ ആടാ ഇത്. இப்படிதான் காக்கம் கத்தும் நம்ம வீட்டுல, தெரியுமா உங்களுக்கு? എടാ അടുത്തൊരു വെറൈറ്റി, வரட்டையா അടുത്തൊരു വെറൈറ്റി ആയിട്ടുണ്ട് ആട്. ஆடு ആട് അവിടെയൊക്കെ dance കൊള്ളാം. தானே. എടാ അതല്ലെന്ന് ആടടാ, ആട് ആട് ആടടാ. പൊന്നു ആടിന് ഇനിയിപ്പോ എന്തിനാണ് ഇംഗ്ലീഷിൽ? എടാ ആട് ആട് ஆடு 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 ஆடுனாச்சு. എടാ മറ്റേ കരയൂലടാ ഇങ്ങനെ പാലൊക്കെ കറക്കണ ആടെ ആട്. എന്റെ പൊന്നു എടാ ഈ ഗുളിയെ നീ കഴിക്കുമ്പോ നിനക്കറിയാം. ഈ പച്ച ഗുളി എടുത്ത് നീ കഴിച്ചോ? എടുത്ത് ബാക്കിയകത്ത് ഇട്ടോ, തൊള്ള തുറയടാ. ഇട്ടിക്കോ. ഇട്ടാ ഇട്ട് കഴിഞ്ഞല്ല ഒരു 5 മിനിറ്റ്, ഒരു 2 സെക്കൻഡ്, രണ്ട് ഇവിടെ ഒന്ന് പുളുത്തിട്ട് കളയല്ലേ, 2 മിനിറ്റ് വെയിറ്റ് ചെയ്തോ. ചെവിയിലും പിടിച്ചോ. അങ്ങനെ അങ്ങനെ ഇപ്പൊ വന്നോ. എന്റെ മോന്തയിലും തുപ്പി കൂട്ടിയവൻ. ரொம்ப கசக்குதுங்க. என்ன இது? എടാ ഇത് ഗുളിയടാ. ഒക്കെയും ഗുളിയെ അറിഞ്ഞൂടല്ലേ ഭഗവാനെ. എടാ വേറൊരു കാര്യം നോക്കിയോ, അടുത്തിന്റെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് പശു. ഇവന്റെ തമിഴിലെ പശുവിന് എന്തോ എടാ പശു പശു பால் கறக்கு அந்த தானே. பசு பண்ணை எல்லாம் இருக்கு, அப்படி எல்லாம் പശുവൊക്കെ വണ്ണത്തിരിക്കണം. பண்ணை பண்ணை இருக்குல்ல. ഈ ഗുളിയുണ്ടാ, ഈ പച്ച ഗുളിയെ പിടിച്ചോ. ഈ ഗുളിയെ നീ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നീ പശുവായിട്ട് മാറും. എടാ വിഴുങ്ങടാ, വിഴുങ്ങായി. ഇവിടെ ചാണകം ഇടല്ല എങ്കിൽ നീ ആടി കൊണ്ട് പപ്പടാവും. എന്നിട്ട് മൂക്കി പിടിച്ചോ. இப்படி தானே. അങ്ങനെ പിടിച്ചാ എന്നിട്ട് താടിയിൽ പിടിച്ചോ. പിടിച്ചല്ല ഒരു 5 മിനിറ്റില്ല, ഞാൻ இப்படி என்ன அடிக்கிற? கொட்டி கொட்டி அந்த மண்டைய வெடிச்சும் போயில இருக்கு. പാവം നല്ല പിള്ളയില്ല. എടാ ഇനി എന്റെ കുതിര ഉണ്ട്, ആനയുണ്ട്, സിംഹമുണ്ട്, പട്ടിയുണ്ട്. നിനക്ക് അത് വേണം? എടാ ഒരുപാട് ഗുളിയുണ്ട്, ഇന്നൊന്നും മിറ്റില്ലെന്ന്. കുതിരയാ? കുതിര എനിക്ക് ரொம்ப പിടിക്കും, ரொம்ப പിടിക്കും. നീ അടങ്ങിയില്ല ഇവിടെ. ഈ മഞ്ഞ ഗുളിയെ നീ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ ഗുളിയായി മറന്നു. ഞാൻ മത്സരത്തിന് പങ്കെടുക്കുന്ന കളറിൽ ഇരിക്കില്ല. അടുത്ത് വിഴിഞ്ഞതിന് ശേഷം നീ കുതിരയാണെന്ന് സങ്കല്പിക്കുക. കുതിര മനസ്സിലാക്കി കുതിര എന്നാ ഇപ്പടി തന്നെ ഇരിക്കും. കുതിര വെറുതെ ഒരു മിനിറ്റ് സമയം പറയാം. ആയിക്കഴിഞ്ഞ് പോമോ. ഇവന് ജന്നി പിടിച്ചെന്ന് തോന്നുന്നു. കാണാല്ലേ? എടേ എടേ ഇങ്ങോട്ട് വാ. ഇപ്പൊ മനസ്സിലായി മിമിക്രി എത്ര കഷ്ടമുണ്ട്. ഇറക്കുന്നേ എന്നെ കുതിര റേസ് കുതിരയാ. അടങ്ങടങ്ങേടെ അടുത്തെന്ന് പറയണ പുളിയ. എടേ ഇതെന്തരടാ? തപ്പാ എനക്കൊരു കെട്ട പിളക്കം. ആടാ വൃത്തി കെട്ടവനെ. എടേ വൃത്തിയെ തുടച്ചല്ല, സന്തോഷായല്ല. ഇങ്ങോട്ട് വാ. അടുത്തെന്ന് പറയുന്നത് ആനയാണ്. എടാ ആന എനിക്ക് നിന്നെ എവിടെ നിന്നാ വണ്ടി കയറ്റി വിട്ടത്? എന്റെ ഭഗവാനെ, എന്റെ തള്ള എങ്ങനെയാടാ സഹിക്കണം നിന്നെ? എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞാണ്, കണ്ടവൻ മനസ്സിലായി. എടാ ഈ ആന നീ നേരത്തെ പശുവിന്റെ ഗുളി വെച്ച് ഇവിടെ ചാണകം അടിച്ചിട്ട് ഇനി ആന കഴിച്ച് എന്ത് ചെയ്യാൻ പോണോ? എന്നാ പിടിച്ചോ, എന്നാ ഈ ഗുളി തരാം. എന്നാ ആനയുടെ ഗുളിയാണ്, പക്ഷെ ഗുളിയെ ചെറുതാണെങ്കിൽ സംഗതി വലിക്കും. അപ്പൊ നീ എടുത്ത് കഴിഞ്ഞു ഒരു മിനിറ്റ്. കൈയൊക്കെ ഇങ്ങനെ തുമ്പിക്കൈ പോലെയൊക്കെ വെച്ചു. ആനയെ മനസ്സിൽ വിചാരിച്ചോ? ഓക്കെ, ആക്ടിവേറ്റ് ആയി തുടങ്ങി. ഒരു മിനിറ്റ് ഭഗവാനെ. പഠിച്ചാനായി ഭയ മരിയാടാ നിനക്ക് ഗുളിയ. പൈസ ഉണ്ടല്ലേ നിന്റെ കയ്യില്? പൈസ എല്ലാം ഇറുക്കിറുക്കെന്ന് പറഞ്ഞോണ്ടിരി. അവസാനം பரவாயில்ல, நீங்க தானுங்க. ரொம்ப இனிப்பா இருந்தா அந்த ஆனைக்கு பாலிட்டுல உண்டாக்கினதா அப்படிதான் இல்ல. அடுத்தாണെങ്കിൽ சிம்ஹம். சிங்கம் அப்பூ எனக்கு ரொம்ப பயம், ரொம்ப பயம் எனக்கு. ഈ ഗുളിയെ പിടിച്ചോ.
ഈ ഗുളിക നീ കഴിച്ചു. ഈ ഗുളിക കഴിച്ചിട്ട് പെട്ടെന്ന് ഈ സിംഹമായി മാറും. ചിങ്കമാട്ടാ ആ കുറച്ച് കൃത്തിന്റെ പുറം പാത്തുക്കല്ല. എവിടെ നടാ ഇവനെ ഉണ്ടാക്കി. ശരി ശരി ഒരു മിനിറ്റ്, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഇപ്പൊ വരും. സിംഹം പതുക്കെ ലേറ്റായിട്ട് വരും. ഓക്കെ, ഇതാ റെഡിയായി വന്നു തുടങ്ങി. ആ മൈക്കിൽ சிங்கம் போச்சு. ഭഗവാൻ உனக்கு பிடிச்சு தின்னேன். போச்சே போச்சே. നീ ആരായിരിക്കും? അവസാനമായിട്ടൊരു ഗുളിയുണ്ട് എന്റെ കയ്യില്. പട്ടി. പട്ടി എന്ന് പറഞ്ഞ പട്ടി. പട്ടിയടാ പട്ടി. തമിഴിന് പട്ടിക്കിന് തമിഴിൽ ഓന്താണെന്ന് തോന്നുന്നു. എടാ എനിക്ക് പിടിയില്ല. പട്ടി പട്ടി. എടാ ഈ ഗുളിയെ നീ കഴിച്ചു നോക്കും, നിനക്ക് അറിയാൻ പറ്റും. ആ ഒരു ഈ ഗുളിയ, ഈ കറുത്ത ഗുളിയാണ് അവസാന ഗുളിയ. ഈ ഗുളിയ നീ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നീ നേരെ കൃത്യമായിട്ടൊരു പട്ടിയായിരുന്നു. എനിക്ക് വെള്ളം താൻ പിടിക്കും. കറുത്ത വെള്ള കളറില്ലേ ഇരിക്ക. വെള്ളമൊന്നുമില്ല, നീ കഴിച്ചാലിയേ കഴിക്കിട്ടാ തിന്നെ സാപ്പിടലല്ല. പൊന്നെ ഇല്ല, ഇപ്പൊ വരും. ക്ഷമിച്ചോയേ. എന്ത് പട്ടിക്കോട് எந்த நிகழ்ச்சி உங்கள் அனைவருக்கும் ரொம்ப பிடிச்சிருந்தா நான் நம்புறோம் இல்லையா? ஆமா. ஓகே, திரும்பவும் சந்திக்கும் வரை உங்களிடமிருந்து விடைபெறுவது உங்கள் அபிமான தொடர் விஜய் டி வழங்கும் கிரைசி பாய்ஸ். ஆமா.